ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടീച്ചിങ് ആൻഡ് ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറയുന്ന പോർഷനാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അതായത് ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റിയും സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ് ടീച്ചിങ്. ഇനി ടീച്ചിങ്ങിലൂടെ കണ്ടൻറ് ഡെലിവറി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ആ കണ്ടൻറ്റ് കൊടുക്കുമ്പോൾ അതിലൂടെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യിക്കുക, അതേപോലെ അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, അവരുടെ മൈൻഡിനെ ഷേപ്പ് ചെയ്യിപ്പിക്കുക. അപ്പം ടീച്ചിങ്ങിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും? കുട്ടികളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, അതുപോലെ തന്നെ അവരുടെ മൈൻഡിനെ നമുക്ക് ഷേപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നമുക്കിനി ഓരോ ടേമായിട്ട് പഠിക്കാം. ഫസ്റ്റ്, ടീച്ചിങ് ആസ് ആൻ ആർട്ട്. അതിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നൊവേഷൻ ആണ്. ടീച്ചേഴ്സിന് ക്രിയേറ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കഴിയും. അതായത് ഏതൊക്കെയാണ് അപ്പം ക്രിയേറ്റീവ് മെത്തേഡ്സ്? സ്റ്റോറി ടെല്ലിങ്, റോൾ പ്ലേസ്, റിയൽ ലൈഫ് എക്സാമ്പിൾസ്. അപ്പം ഇതൊക്കെ യൂസ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ കുട്ടികളിലേക്ക് അറിവ് എത്തിക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ വിഷ്വലൈറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ലേണിങ്ങിൽ എൻഗേജ് ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തത് ഇൻറ്റ്യൂഷൻ ആൻഡ് എമ്പതി. ഒരു ഗുഡ് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂട്ടീവ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം കുട്ടിയുടെ ഇമോഷൻസും ഡിഫിക്കൽട്ടീസും അതുപോലെ തന്നെ ലേണിംഗ് നീഡ്സ്. ഓക്കെ, ദെൻ മൂന്നാമത്തത് പേഴ്സണൽ സ്റ്റൈൽ ആൻഡ് എക്സ്പ്രഷൻ. ഓരോ ടീച്ചറിനും അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട് ടീച്ചിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിക്കുള്ള ടോൺ വേരിയേഷൻ കൊണ്ടുവരാം, ഗസ്റ്റേഴ്സ് കൊണ്ടുവരാം, ഹ്യൂമർ കൊണ്ടുവരാം, ബോഡി ലാംഗ്വേജ് കൊണ്ടുവരാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടീച്ചിങ് എന്താകും? യുണീക്കാകും. ഓക്കെ, ഇനി ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്. അതായത് കുട്ടികളെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ടീച്ചിങ് കുട്ടികളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇൻസ്പയർ ചെയ്യുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യിക്കാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നു. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതിനെ കഴിയും കൂടുതൽ ഇമാജിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പം ഒരു ടീച്ചർ ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി ടീച്ചർ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റിനെ ഡ്രാമറ്റൈസ് ചെയ്ത് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, അതുപോലെ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഒരു ആർട്ട് വഴിയോ അല്ലെങ്കിൽ മ്യൂസിക് വഴിയോ കുട്ടികളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോളജ് എപ്പോഴും കുട്ടിയുടെ മൈൻഡിൽ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും കുട്ടിയുടെ മൈൻഡിൽ നിൽക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ആസ് എ സയൻസ്. ഓക്കെ, അതിൻ്റെ ഫസ്റ്റ് സബ് ഹെഡിങ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ റിസർച്ച് ആൻഡ് തിയറീസ്. ഓക്കെ, അതായത് പെഡഗോഗിക്കൽ തിയറീസ് ബേസ് ചെയ്തിട്ടാണ് ടീച്ചിങ് മെത്തേഡ്സ് ഉള്ളത്. നമുക്കറിയാം പെഡഗോഗിക്കൽ തിയറീസ് ഏതൊക്കെയാണ് എന്നുള്ളത്. പിയാഷെയുടെ തിയറി, വൈഗോട്സ്കിയുടെ തിയറി, അതുപോലെ തന്നെ ബ്ലൂംസ് ടാക്സോണമി, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ടീച്ചിങ് മെത്തേഡ്സ് ഉള്ളത്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് പ്ലാനിങ്. നമുക്കറിയാം ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം, അതിൻ്റെ ഔട്ട്കമ്മിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ടൂൾസ്. അതായത് ടീച്ചിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെക്നോളജിയും ടൂൾസും യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് സ്മാർട്ട് ബോർഡ്സ്, ഡിജിറ്റൽ കണ്ടൻറ്റ്, അസസ്മെൻറ്റ്സ്, ഡേറ്റ അനാലിറ്റിക്സ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. ദെൻ മെഷറബിൾ ഔട്ട്കം. സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. അതുപോലെ തന്നെ ലേണിംഗ് ഔട്ട്കംസ് നമ്മൾ ഒബ്സർവ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ നമുക്ക് ബ്ലൂംസ് ടാക്സോണമി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എവിഡൻസ് ബേസ്ഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. ലൈക്ക് ആക്റ്റീവ് ലേണിംഗ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യിക്കാൻ വേണ്ടി പറ്റും? നമ്മുടെ ടീച്ചിങ്ങിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് എന്ന് പറയുന്നത് ബോത്ത് ആൻ ആർട്ട് ആൻഡ് സയൻസ് ആണ്. അതായത് സയൻസ് ടീച്ചിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറും ഫൗണ്ടേഷനുമാണ്. എന്നാൽ
ആർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പാഷനും ക്രിയേറ്റിവിറ്റിയുമാണ്. അപ്പോൾ ഒരു സക്സസ്ഫുൾ ടീച്ചർ എന്ന് പറയുമ്പോൾ ഈ ആർട്ടും സയൻസും എന്തായിരിക്കണം? ബാലൻസ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ബാലൻസ് ആക്കി എന്ത് ചെയ്യണം? അങ്ങനെ ബാലൻസ് ആണെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ? എഫക്റ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ നമ്മളിന്ന് പഠിച്ച ടോപ്പിക്ക് ടീച്ചിങ് ആൻഡ് ആർട്ട് ആൻഡ് സയൻസ് ആണ്. എന്നിട്ട് നമ്മൾ പഠിച്ചു ടീച്ചിങ് ആസ് ആൻ ആർട്ട് പഠിച്ചു, പിന്നെ ടീച്ചിങ് ആസ് എ സയൻസ് പഠിച്ചു. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചത് കൺക്ലൂഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെൻറ്റ് ഒരു സക്സസ്ഫുൾ ടീച്ചറിനെ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും നമ്മൾ പഠിച്ചു. ഓക്കെ, ദാറ്റ് അബൌട്ട് ദ ക്ലാസ്.